ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സ്നേഹമുള്ള വൈദികര്, സിസ്റ്റർമാര്, ഡീക്കനച്ചന്മാര്, ഡീക്കന്മാരായല്ലോ അല്ലേ ഓൾറെഡി അല്ലേ. പിന്നെ പുതിയ ഡീക്കൻസ്, പിന്നെ സെമിനാരി വിദ്യാർത്ഥികൾ, സിസ്റ്റേഴ്സ് ആകാൻ പഠിക്കുന്നവര് എല്ലാവരും ഓർക്കുന്നു കേട്ടോ. പ്രായമുള്ളവരെയും പ്രായം കുറഞ്ഞവരെയും കൂടിയവരെയും ഒക്കെ ഓർക്കുന്നു കേട്ടോ. സുഖമാണല്ലോ അല്ലേ. പ്രാർത്ഥിക്കുന്നു. പിന്നെ നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്, അതായത് നമ്മുടെ സുവിശേഷ വേലയെ കർത്താവ് കൂട്ടിച്ചേർത്ത നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ടോക്കൊക്കെ 10,000ങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അതുപോലെ കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചീത്തവിളി കേൾക്കുന്നുണ്ട് അല്ലേ. എന്നാലും കാഴ്ച കൊടുത്ത് എത്ര ആത്മാക്കളെ നേടാൻ പറ്റി. അങ്ങനെയുള്ള കോമിനിസ്റ്റേഴ്സ് പോലും പറയുന്നത് ശരിയല്ല, ഒരു വാക്കില്ല, നമ്മുടെ സ്വന്തങ്ങള് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും ടോക്ക് അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ. വാട്സപ്പ് ഗ്രൂപ്പ് വഴി അയച്ചു കൊടുക്കുക, പിന്നെ ഷെയർ ചെയ്യുക, പല ലിങ്ക് അയച്ചു കൊടുക്കുക, അങ്ങനത്തെ പല രീതിയിൽ നിങ്ങൾ തന്നെ ഗ്രൂപ്പൊക്കെ തുടങ്ങണം കേട്ടോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് ബ്ലെസ് ചെയ്യാം. നമുക്ക് കുറവിലങ്ങാട് PDM സെന്ററിൽ സെക്കൻഡ് സാറ്റർഡേ ഉണ്ട് കേട്ടോ. ഇന്ന് ശനിയാഴ്ച അല്ലേ, അടുത്ത ശനിയാഴ്ച 11-ാം തീയതി. ഞാനൊന്ന് കാണുകയല്ല, പക്ഷേ റെഗുലർ ശുശ്രൂഷകൾ 100 യുവജനങ്ങൾക്കാണ് പ്രവേശനമുള്ളത്. അപ്പോൾ അതൊക്കെ പ്രത്യേകം അറിയിക്കുകയാണ് കേട്ടോ. നന്മറും ചൊല്ലി ഈ പ്രത്യേകിച്ച് ഈ ടോക്കുമായി ബന്ധപ്പെട്ട് ശുശ്രൂഷ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് വിശുദ്ധ മർക്കോസിന്റെ വിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിന്റെ 72-ാമത്തെ തിരുവചനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. വചനം ഓർക്കുമ്പോൾ, വചനം ഓർമ്മ വരുമ്പോൾ കരയണം എന്നുള്ളതാണ്. അതിനൊരിതാണ് ഉടനെ കോഴി 2-ാം പ്രാവശ്യം കൂവി. ബാക്കി നിങ്ങൾക്ക് പറയാൻ പറ്റും. ആ വചനം ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്കി ഓർമ്മ വരുമല്ലോ അല്ലേ. കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുൻപ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന്, നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് അപ്പോൾ ഓർമ്മിച്ചു. അവനുള്ളൊരുക്കി കരഞ്ഞു. അപ്പം ഇന്ന് 2 പ്രാവശ്യം പത്രോസ് പറയുകയാണ്, ആരൊക്കെ നിഷേധിച്ചാലും ഞാൻ നിന്നെ നിഷേധിക്കുകയല്ല, തള്ളിപ്പറയുകയല്ല എന്നൊക്കെ പറയുമ്പോൾ ഈശോ പറയുകയാണ്, ഇന്ന് കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിച്ച് പറയും. പ്രിയമുള്ള സഹോദരങ്ങൾ, ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് പത്രോസിൽ അത് ഈശോ അല്ലേ പറഞ്ഞത് അല്ലേ. നിങ്ങൾ നോക്കിയാൽ ഈശോ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ ഈ ശിഷ്യന്മാരെല്ലാം കൂടെ നടന്ന് ഈശോ പറയുന്നത് മുഴുവൻ നടക്കുന്ന കണ്ടവരാണ്. അപ്പം വർദ്ധിപ്പിച്ചത് കണ്ടവരാണ്, വെള്ളത്തിന് മേൽ നടന്നവർ കണ്ടവരാണ്, മരിച്ചു ഉറപ്പിച്ചത് കണ്ടതാണ്. ഈശോ പറഞ്ഞ അതുപോലെ തന്നെ സംഭവിക്കുന്ന 100-110 കണ്ടു ബോധ്യപ്പെട്ടവരാണ്. അങ്ങനെയുള്ള ഈശോ പറയുകയാണ് അല്ലേ, ഇന്ന് നീ 3 പ്രാവശ്യം എന്നെ കോഴി 2 പ്രാവശ്യം പോകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. പക്ഷെ അത് ഇല്ല എന്നുള്ള ഒരു ഭയങ്കര ഈ ഒടുക്കത്തെ കോൺഫിഡൻസ് ആണ് നമ്മുടെ തകർച്ചയുടെ കാരണം. വിഷമം വിചാരിക്കരുത് കേട്ടോ. ഒക്കെ പറ്റിയല്ല. അത് എല്ലാത്തിനും ദൈവത്തിന് ശരണപ്പെടാൻ, ദൈവത്തിന് ആശ്രയം. ഓക്കെ, അത് വേറെ വിഷയമായി. എന്നിട്ട് എന്തായാലും അപ്പോൾ പത്രോസ് ഈ സംഭവിച്ചു കഴിഞ്ഞു, തള്ളിപ്പറല് കഴിഞ്ഞല്ലോ, അത് സമയത്ത് ആ വചനം ഓർമ്മ ഉള്ളൊരു കരയാണ്. അപ്പം അതുകൊണ്ട് ചില സമയത്ത് ചില വചനങ്ങൾ നമ്മുടെ മനസ്സിലിങ്ങനെ വരും. ചില വചനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ സ്ട്രൈക്ക് ചെയ്യും. ചില വചനം വായിച്ച് നമ്മുടെ കണ്ണവിടെ ഉടക്കി നിൽക്കും. ചില കാര്യങ്ങൾ ഏതൊരു വചനം ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ അവിടെ പൊട്ടിക്കരഞ്ഞാണ് ലഭിക്കണം. അവിടെയാണ് പത്രോസിന്റെ നന്മ അതാണ് അല്ലേ. ശോയെ കർത്താവ് പറഞ്ഞ വചനമാണല്ലോ നമ്മൾ ലംഘിച്ചത്. ചിലപ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ പല വചനങ്ങൾ നമ്മൾ ലംഘിച്ചു പോകും. കുറച്ച് കഴിയുമ്പോൾ ഒരു വചനം കേൾക്കുമ്പോൾ ഓർക്കും, ദൈവമേ ഞാനിത് ലംഘിച്ചാൽ. ഇത് തന്നെയാണ് പത്രോസ്, ഞാനിത് ലംഘിച്ചാണല്ലോ പത്രോസ് ഓർക്കുന്ന ഉള്ളൊരു കാര്യമാണ്. അപ്പം ഏതെങ്കിലും വചനം നോക്കുമ്പോൾ ആ വചനം ദൈവമേ ഞാൻ ലംഘിച്ചാണെന്താ ഉള്ളൊരുക്കി കരഞ്ഞ് അനുദപിക്കണം, സംസാരിക്കണം അല്ലേ. അതിനെ വചനം ഓർമ്മിപ്പിച്ച് തരുന്നത്, വചനം കാണിച്ചു തരികയാണ്, വചനം ഫ്രണ്ട് വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ സങ്കീർത്തനത്തിൽ എവിടെ ഒരു വചനം വായിച്ച് ഓർക്കുക, ആ സങ്കീർത്തനം 18. അതായത് എൻ്റെ വചനം എപ്പോഴും എൻ്റെ കണ്ണുമുമ്പ് ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ ഒരിക്കലും അത് ലംഘിക്കുകയല്ല. നമുക്കിത് മുമ്പിലില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ലംഘിക്കാൻ കാരണമേ അല്ലേ. അതുകൊണ്ട് ഓരോ വചനം ഓർത്ത് ഉള്ളൊരു കരയണം നമ്മൾ കേട്ടോ, അനുദപിക്കണം. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്ന, ആരാധിക്കുക, നന്ദി പറയുന്നു. ഉച്ചത്തിൽ ഞങ്ങളെങ്ങനെ മഹത്വപ്പെടുന്ന അത്ഭുതകരമായ ദൈവകൃപയുടെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. എല്ലാ പൈശാചക്തികളും അന്ധകാര ശക്തികളും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഇവിടേക്ക് ആട്ടിപ്പായിക്കുന്നു. ദൈവത്തിന്റെ കൃപ ശക്തമായി നിങ്ങളുടെ മേൽ ആവസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വചനവും കാണുമ്പോൾ, അനുതാപം കിട്ടുമ്പോൾ ഉള്ളൊരു കരയാൻ ദൈവത്തിന്റെ കൃപ നിറയട്ടെ. നല്ല കുമ്പസാരം നടത്താൻ കൃപ ലഭിക്കട്ടെ. ഈ വർഷം ഇങ്ങനത്തെ ഒരു വചനം വെച്ച് ജീവിതത്തെ ആത്മവിശ്വാസത്തിന് അനുഭവിക്കുന്ന ഒരു വർഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കും. ദൈവമേ, പ്രത്യേകിച്ച് ഈ ഒരു ചെറിയ ശുശ്രൂഷ
ലോകത്തിൽ എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും സകലമാന മനുഷ്യരിൽ എത്തിക്കാൻ വേണ്ടി അക്ഷീണം എല്ലാ ദിവസവും കുറച്ച് സമയം മാറ്റി വെക്കുന്ന 10,000-ങ്ങളല്ലല്ലോ, ലക്ഷങ്ങളുണ്ടല്ലോ കർത്താവ്. അവരനേകളിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്, അത് എല്ലായിടത്തും എത്തുന്നത് ഞാൻ പോകുന്ന വഴിക്കെല്ലാം അനുഭവിക്കുന്നുണ്ട് എൻ്റെ കർത്താവ്. എൻ്റെ ഈശോയെ, അങ്ങനെ ഈ ടോക്ക് അയച്ചു കൊടുക്കുന്ന ഓരോരുത്തരെയും അവരുടെ കുടുംബങ്ങളെയും ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു കർത്താവെ. ഒറ്റ ആശീർവാദം, ഈ ഒരു പ്രാർത്ഥനയ്ക്ക് എനിക്ക് ഒറ്റ നിയമമുള്ളൂ, ഇവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണം. ഇവർക്കെതിരെ സ്വർഗത്തിൽ എന്തെങ്കിലും എഴുതിയെന്ന് മായിച്ചു കളയണം. എൻ്റെ ഈശോയെ, ന്യായവിധി സമയത്ത് ഇവർ ചെയ്ത് കുഞ്ഞു സുവിശേഷമല്ല അവിടെ നിന്ന് ഓർക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.